ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റാഗി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹൽവയാണ്. സാധാരണ നമ്മൾ ഹൽവ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരം കുറുക്കിയെടുത്തിട്ടൊക്കെയാണല്ലോ ഹൽവ ഉണ്ടാക്കുന്നത്. പിന്നെ ഹൽവയിലേക്ക് പെട്ടെന്ന് അത് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് മൈദ, കോൺഫ്ലവർ പോലുള്ളതൊക്കെ ചേർക്കാറുണ്ട്. ഇന്ന് നമ്മൾ തികച്ചും ഹെൽത്തി ആയിട്ട് വളരെ പെട്ടെന്ന് വെറും 5 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ് ചെയ്യുന്നത്. റാഗിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അയൺ കൊണ്ടും കാൽസ്യം കൊണ്ടൊക്കെ സമ്പുഷ്ടമായിട്ടുള്ളൊരു ധാന്യമാണ് റാഗി. റാഗി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഞങ്ങളിവിടെ കോരാന്നാട്ടോ കൂടുതലായിട്ടും പറയാം. മുത്താറി, പഞ്ഞപ്പുല്ല്, അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ആ ഒരു ധാന്യമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റാഗി ഹൽവ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റാഗി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ നേരമൊക്കെ കുതിർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ രാവിലെയൊക്കെയാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ രാത്രി തന്നെ വെള്ളത്തിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ റാഗിപ്പൊടി ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. നമ്മളിതിന് മുൻപ് റാഗി വെച്ചിട്ട് 3 ഡ്രിങ്ക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ റാഗി നമുക്ക് അധികം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. എത്രത്തോളം വെള്ളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുറച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ റാഗി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി 1/4 കപ്പ് 1 കപ്പ് ആയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുമ്പോൾ തന്നെ വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഹൽവ റെഡിയാവുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ആ കുറുക്കിയെടുക്കാൻ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. എന്നാലും മാക്സിമം പോയ ഒരു 7-8 മിനിറ്റ് കൊണ്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങയിൽ നിന്നും നല്ല കട്ടിയുള്ള കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കറക്റ്റായിട്ടുള്ള ഒരു അളവിൽ തന്നെ ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമ്മളിത് കുറുക്കിയെടുക്കുമ്പോൾ സമയം കുറച്ച് വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത്. 4 പീസ് ശർക്കര 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാൻ പറ്റുമോ എന്ന് ഡൗട്ട് ഉണ്ടാവും. പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ റാഗി എന്ന് പറയുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ധാന്യമാണല്ലോ. അതിലേക്ക് നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അത് അൺഹെൽത്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാൽ ചേർക്കാൻ പറ്റുമോയെന്നും ഡൗട്ട് ഉണ്ടാവും. പശുവിൻ പാലും ശർക്കരയും ഓപ്പോസിറ്റ് ഫുഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഒരുമിച്ച് നമ്മുടെ ശരീരത്തിൽ നല്ലതല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലും ശർക്കരയും എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പശുവിൻ പാലും പഞ്ചസാരയും എടുക്കാം കേട്ടോ. പക്ഷെ അത് അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ റാഗി അരക്കുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഫൈനായിട്ട് അരക്കണ്ട കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു ഉമ്മി വയറ്റിൽ പെട്ടാൽ വയറുവേദനയൊക്കെ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ പാനിൻ്റെ അടിയിലുള്ളത് ഇതുപോലെ കട്ടയായിട്ട് ഇങ്ങനെ വരും. കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കിയവർക്ക് അറിയാമല്ലോ, പെട്ടെന്ന് അതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ചൂടുള്ള ഭാഗത്ത് പെട്ടെന്ന് കട്ടയായിട്ട് വരുമല്ലോ, അതുപോലെ അങ്ങനെ വരും. എന്നാലും കുഴപ്പമില്ല, ലാസ്റ്റ് ആകുമ്പോഴേക്കും അതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ആയി കിട്ടും കേട്ടോ. നമ്മൾ സാധാരണ ഹൽവ ഉണ്ടാക്കുമ്പോൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഒരുപാട് നേരം ഇളക്കി കൊടുക്കണമെന്നുള്ളത്. പക്ഷേ ഈ ഒരു ഹൽവയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ തികച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും പിന്നെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. പ്രായമായവർക്കൊക്കെ എല്ല് തേയ്മാനത്തിനൊക്കെ റാഗി കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പം എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹൽവയാണ്. ഹൽവ പോലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവുമല്ലോ. പിന്നെ ഇത് ശർക്കര ആയതുകൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നോക്കൂ, ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഹൽവ ഇവിടെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നോക്കൂ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹൽവ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഹൽവ എന്ന് പറയുമ്പോൾ കുറച്ച് ഓയിലി ആയിട്ടുള്ളൊരു സാധനം. ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 4 ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കട്ടായതുകൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു അളവില്ല. എന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള നമ്മുടെ പുഡിങ്ങിൻ്റെ ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അതിൽ കുറച്ച് നെയ്യ് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ള ഹൽവയുടെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നെയ്യ് പുരട്ടിയ സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഈ സ്പൂണിൽ നെയ്യ് പുരട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ലെവൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഇതൊരു അരമണിക്കൂർ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം. കുറഞ്ഞത് അരമണിക്കൂർ വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റാഗി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. റാഗി കൊണ്ട് ഇതിന് മുൻപ് നമ്മൾ 3 ഡ്രിങ്ക്സും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹൽവ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്